കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന വോട്ട് വൈബിൻ്റെ സർവേ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിച്ചിരുന്നു. UDFന് 3% ഒരു മുൻതൂക്കം നിലവിൽ പ്രവചിക്കുന്ന ആ സർവേ 32%-ലധികം വോട്ട് UDF നേടുമ്പോൾ 29% വോട്ടാണ് LDFന് നേടാൻ സാധിക്കുക. 19.8% വോട്ട് NDAക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ കേരളത്തിലിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാമുദായിക സമവാക്യം, അത് എങ്ങനെയാണ് മുന്നണികൾക്ക് അനുകൂലവും പ്രതികൂലവുമായി നിൽക്കുന്നത് എന്നുള്ള ഒരു പഠനവും ഈ സർവേയുടെ ഭാഗമായി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിവിധ പ്രായത്തിലുള്ള ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ, വിവിധ ജാതി മത ഗ്രൂപ്പുകൾ ഒക്കെ മുന്നണികൾക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നുള്ള വിശദമായ ആ റിപ്പോർട്ട് വോട്ട് വൈബ് പുറത്തുവിടുമ്പോൾ അതിനകത്ത് ചില ഗൗരവമുള്ള കണ്ടെത്തലുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDFന് ഈ 3% വോട്ടിൻ്റെ മുൻതൂക്കം ഉണ്ട് എന്ന് പറയുമ്പോഴും അത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിലുള്ള വലിയ മേധാവിത്വം കൊണ്ടുണ്ടാകുന്നതാണ് എന്നതാണ്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗം, OBC വിഭാഗം, ഉയർന്ന ജാതിയിൽ നിൽക്കുന്ന ആളുകൾ, അത് നമ്മൾ ജനറൽ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ UDF യഥാർത്ഥത്തിൽ കേരളത്തിൽ 3-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വോട്ട് വൈബിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. UDFനെ സംബന്ധിച്ചിടത്തോളം തിരുത്തൽ അനിവാര്യമായിട്ടുള്ള ഒരു മേഖല അതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ VD സതീശൻ SNDPയെയും NSSനെയും ഒക്കെ പിണക്കാൻ ശ്രമിക്കുമ്പോൾ അത് അത്തരത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നാണോ എന്നുള്ള ചോദ്യം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയരുന്നത്. ഒരുപക്ഷെ ഈ സർവേയിൽ കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല UDFന് LDFനെ മറികടന്ന് ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത്. നമ്മളാ കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ UDFന് 21% പേരുടെ പിന്തുണയേ ഉള്ളൂ. LDFന് 33%-ൻ്റെയും BJPക്ക് 32%-ൻ്റെയും പിന്തുണയുണ്ട്. അതായത് അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിലേക്ക് BJPയുടെ ദേശീയ വികസന അജണ്ട, അതായത് മോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അവർ വന്നാൽ ഗുണമുണ്ടാകുമെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അവരെ നിരന്തരമായി അവഗണിക്കുന്നവരോടുള്ള ഒരു പ്രതിഷേധം ഒരു 3-ാം കക്ഷി എന്നുള്ള നിലയിൽ BJPയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 21% മാത്രം UDFന് അനുകൂലം, LDFന് 33, NDAക്ക് 32. ഇനി OBC, ഈഴവ അടക്കമുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന OBC, അവിടെ 34% പേരുടെ പിന്തുണ LDFനുള്ളപ്പോൾ UDFനുള്ളത് 20% പേരുടെ പിന്തുണയാണ്. NDAക്ക് 31% പേരുടെ പിന്തുണയുണ്ട്. അപ്പോൾ അവിടെയും LDFും NDAയും തമ്മിലുള്ള ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണ്. 3-ാമത്തെ വിഭാഗം ജനറൽ, ഇപ്പോൾ നായർ ബ്രാഹ്മണ സമുദായങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ജനറൽ എന്ന് പറയുന്ന ഇടത്ത് 46% പേരുടെ പിന്തുണ BJPക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയിലെ കണ്ടെത്തൽ. അതായത് ആ വിഭാഗം പൂർണ്ണമായും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. 46% BJPക്ക് അനുകൂലമാണ്, 26% LDFന് അനുകൂലമാണ്, 15% പേർ മാത്രമാണ് UDFനെ നിലവിൽ അനുകൂലിക്കുന്നത്. ഈ സർവേയിലെ കണ്ടെത്തൽ അങ്ങനെയാണ്. ഇനി മുസ്ലിം വിഭാഗത്തിലേക്ക് വന്നാൽ 50% പേർ UDFനോടൊപ്പമാണ്, 28% LDFനോടൊപ്പമുള്ളൂ, 2% മാത്രം BJPക്കും NDAക്കും. ക്രിസ്ത്യൻ വിഭാഗത്തിൽ 46% UDFനോടൊപ്പം നിൽക്കുമ്പോൾ LDFനോടൊപ്പം നിൽക്കുന്നത് 21%, വെറും 6% മാത്രമാണ് BJPയോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള വലിയ മുൻതൂക്കം, അതായത് 50% അപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വലിയ പിന്തുണ, അതാണ് UDFന് നമ്മൾ നേരത്തെ ഈ സർവേയുടെ ആകെത്തുകയായി പുറത്തേക്ക് വരുന്ന ആ 32% വോട്ടിലേക്ക് എത്താൻ സഹായിക്കുന്നത്. ബാക്കിയുള്ള വിഭാഗങ്ങളിൽ ഇപ്പോൾ SC, OBC, ജനറൽ വിഭാഗങ്ങളിൽ, ഹിന്ദു ജനറൽ വിഭാഗങ്ങളിൽ UDFൻ്റെ ഗ്രിപ്പ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അവിടെ BJP
കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ജനറൽ വിഭാഗത്തിൽ BJP 46% വരെ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. SCയുടെ കാര്യത്തിലും OBCയുടെ കാര്യത്തിലും LDFിനോട് കിടപിടിക്കുന്ന പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ തിരസ്കാരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ സർവേ അടിവരയിടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കൃത്യമായ ബോധ്യം UDF കേന്ദ്രത്തിനും LDF കേന്ദ്രത്തിനും NDAയ്ക്കും ബോധ്യപ്പെടാൻ ഇത് സഹായകരമാകും എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്. കാരണം ഈ സമഗ്രമായി എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ സാധിക്കാതിരുന്നാൽ, അത് ഏതെങ്കിലും ഒരു വിഭാഗം മതി എന്നുള്ള ചിന്ത ഉണ്ടായാൽ അത് ഒരു ടോട്ടൽ പെർഫോമൻസിനെ ഉറപ്പായും ബാധിക്കും എന്ന സൂചന കൂടി നൽകുന്നതാണ് ഈ വോട്ട് വൈബിൻ്റെ സർവേയിലെ ഈ കണ്ടെത്തലുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയതോടെ ചെറുതും വലുതുമായ ധാരാളം സർവേ ഫലങ്ങളും പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ മുന്നണികൾക്ക് വേണ്ടി നിക്ഷിപ്ത താല്പര്യങ്ങളോടെ തട്ടിക്കൂട്ടുന്ന സർവേ ഫലങ്ങളുണ്ട്. യഥാർത്ഥ വോട്ടർമാരുടെ മനസ്സറിഞ്ഞ് ശാസ്ത്രീയമായി അതിനെ അപഗ്രഥിച്ച് പുറത്തു വരുന്ന സർവേ ഫലങ്ങളുമുണ്ട്. സീറ്റുകളുടെ എണ്ണമൊന്നും സൂചിപ്പിക്കാതെ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിലെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് പഠിച്ച് സമഗ്രമായ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് AT വോട്ട് വൈബ് LLP എന്ന് പറയുന്ന ഒരു ടീം. അവരുടെ വോട്ട് വൈബ് സർവേ കേരളത്തിൽ 2026 ജനങ്ങൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നത് ചില ചോദ്യങ്ങളിലൂടെ വോട്ടർമാരിലേക്ക് അവർ എത്തിച്ചു. അതിനുള്ള മറുപടികളെ അപഗ്രഥിച്ച് കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ 3% വോട്ട് വ്യത്യാസത്തിൽ UDF മുന്നിലാണ് എന്നാണ് ആ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. അങ്ങനെ മുന്നിലാണ് എന്ന് പറയുമ്പോഴും ഇതുവരെ തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത 15%-ലധികം ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതിനിർണായകവും കൗതുകകരവുമാക്കി മാറ്റുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. അവരുടെ കണ്ടെത്തൽ പ്രകാരം UDFന് 32.7% വോട്ട് ലഭിക്കും, LDFന് 29.3%, NDAയ്ക്ക് 19.8%. ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്തവർ, ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നവർ, അല്ലെങ്കിൽ അത് പറയാൻ മടി കാണിക്കുന്നവരുടെ എണ്ണം 15.3%. ഈ 15.3%-ൽ ഒരു 5%-ലധികം സ്വാഭാവികമായി UDFിലേക്കും LDFിലേക്കും മൂവ് ചെയ്യുകയും BJPയിലേക്ക് കുറച്ച് വോട്ട് പോവുകയും ചെയ്താൽ BJP 20%-അപ്പുറത്തേക്ക് വോട്ട് നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. നേരത്തെ പറഞ്ഞ 3% എന്ന് പറയുന്ന ആ വ്യത്യാസത്തെ മറികടക്കാനുള്ള സ്വിംഗ് വോട്ടേഴ്സ് ഇവിടെ ഈ 15.3%-നകത്തുണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ ഈ ഡാറ്റയെ കാണേണ്ടത്.